السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، ونصلي ونسلم على خاتم الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون يسبحون الليل والنهار لا يفترون أم اتخذوا آلهة من الأرض هم ينشرون لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون لا يسأل عما يفعل وهم يسألون. بسم الله الحمد لله. 19-ാമത്തെ ആയത്ത് മലക്കുകളെ സംബന്ധിച്ചുള്ള ആയത്തുകളാണ്. വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വലാ യസ്തഹ്സിറൂൻ. വലഹു അവനുള്ളതാകുന്നു, അല്ലാഹുവിനുള്ളതാകുന്നു, മൻ ഫിസ് സമാവാത് ആകാശങ്ങളിലുള്ളവർ അവൻ്റേതാകുന്നു, വൽ അർദ് ഭൂമിയിലുള്ളവരും അവൻ്റേതാകുന്നു, അല്ലാഹുവിൻ്റേതാകുന്നു. വമൻ ഇൻദഹു അവന്റെ അടുക്കലുള്ളവർ, ഇൻദ എന്ന വാക്കിന്റെ അർത്ഥം അടുക്കൽ എന്നാണ്. ഇൻദഹു അവന്റെ അടുക്കലുള്ളവർ, ലാ യസ്തക്ബിറൂൻ കിബർ കാണിക്കുന്നില്ല, അഹങ്കാരം കാണിക്കുന്നില്ല, അൻ ഇബാദത്തിഹി അവനെ ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട്, ആരാധന നിർവഹിക്കുന്നതിനെ തൊട്ട്, വലാ യസ്തഹ്സിറൂൻ അവർ ക്ഷീണിച്ച് കുഴങ്ങുന്നില്ല, ആരാധനയെടുത്ത് അവർ ക്ഷീണിക്കുന്നില്ല, കുഴങ്ങുന്നില്ല. ഒന്നുകൂടി അർത്ഥം പറയാം. വലഹു അവനുള്ളതാകുന്നു, അല്ലാഹുവിനുള്ളതാകുന്നു എന്നർത്ഥം. മൻ ഫിസ് സമാവാത്, മൻ ഫിസ് സമാവാത് ആകാശങ്ങളിലുള്ളവർ അവനുള്ളതാകുന്നു. വൽ അർദ് ഭൂമിയിലുള്ളവരും അവൻ്റേതാകുന്നു. വമൻ ഇൻദഹു അവന്റെ അടുക്കലുള്ളവർ, അതായത് മലക്കുകൾ, ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി, ലാ യസ്തക്ബിറൂൻ അവർ കിബർ കാണിക്കുന്നില്ല, ലാ യസ്തക്ബിറൂൻ അവർ അഹങ്കാരം കാണിക്കുന്നില്ല, അൻ ഇബാദതിഹി അവനെ ആരാധിക്കുന്നതിൽ നിന്നും, അവനെ ആരാധിക്കുന്നതിനെ തൊട്ട്, അവനെ ആരാധിക്കുന്നതിൽ നിന്ന് അവരാരും അഹങ്കാരം കാണിക്കുന്നില്ല. വലാ യസ്തഹ്സിറൂൻ അവർ ആരാധന നിർവഹിച്ച് കുഴങ്ങുന്നില്ല, ക്ഷീണിക്കുന്നില്ല. യസ്തഹ്സിറൂൻ എന്ന് പറഞ്ഞാൽ കുഴങ്ങുന്നില്ല, ക്ഷീണിക്കുന്നില്ല, ക്ഷീണം അനുഭവിക്കുന്നില്ല. യുസബ്ബിഹൂനൽ ലൈല വന്നഹാറ ലാ യഫ്തുറൂൻ. യുസബ്ബിഹൂൻ അവർ തസ്ബീഹ് നിർവഹിക്കുന്നു, സ്തുതി നിർവഹിക്കുന്നു. അല്ലൈല രാവിലും, വന്നഹാർ പകലിലും അവർ സ്തുതി നിർവഹിക്കുന്നു. ലാ യഫ്തുറൂൻ അവർ തളരുന്നില്ല, അവർ ക്ഷീണിക്കുന്നില്ല. നേരത്തെ ലാ യസ്തഹ്സിറൂൻ എന്ന് പറഞ്ഞതുപോലെ വലാ യഫ്തുറൂൻ അവർ തളരുന്നില്ല, ക്ഷീണിക്കുന്നില്ല. ആ ആയത്തിന്റെ തന്നെ അർത്ഥം ഒന്നുകൂടി നോക്കാം. യുസബ്ബിഹൂൻ അവർ തസ്ബീഹ് നിർവഹിക്കുന്നു, സ്തുതി നിർവഹിക്കുന്നു. അല്ലൈല
രാത്രിയിൽ, വന്നഹാർ പകലിലും, ലാ യഫ്തുറൂൻ അവർ ക്ഷീണിക്കുന്നില്ല, തളരുന്നില്ല. ഇപ്പൊ രാവിലും പകലിലുമെല്ലാം അവർ ആരാധന നിർവഹിച്ചിട്ടും അവർക്കെന്തില്ല, ഒരു ക്ഷീണമോ തളർച്ചയോ അനുഭവപ്പെടുന്നില്ല എന്നർത്ഥം. ഈ ആയത്തിന്റെ തഫ്സീറിന്റെ ഭാഗത്താണ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. മലക്കുകൾക്ക് ഏഴാനാകാശ ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ബൈത്തുൽ മഅമൂറിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നതിനെ കുറിച്ച് ഒക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നു. ഇവിടെയുള്ള ആയത്തിൽ പറയുന്നത് വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അവന്റേതാകുന്നു, അള്ളാഹുവിൻ്റെതാകുന്നു. അഥവാ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ, അതിന്റെ അധീശാധികാരം മുഴുവൻ അള്ളാഹുവിൻ്റെതാകുന്നു എന്നർത്ഥം. ഉടമസ്ഥൻ, പൂർണ്ണമായുമുള്ള ഉടമസ്ഥത അത് അള്ളാഹു തആലയ്ക്ക് തന്നെയാണ്. വമൻ ഇൻദഹു, അവന്റെ അടുക്കലുള്ളവർ, അഥവാ മലക്കുകളെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ അടുക്കലുള്ളവർ മലക്കുകളാണ്. ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തിഹി, അള്ളാഹുവിനെ ആരാധിക്കുന്നതിനെ തൊട്ട് അവർ ലാ യസ്തക്ബിറൂൻ അഹങ്കാരം കാണിച്ച് പിന്തിരിഞ്ഞ് നടക്കുന്നില്ല. എന്ന് വെച്ചാൽ അള്ളാഹുവിന് ആരാധന നിർവഹിക്കാതിരിക്കുന്നില്ല. വലാ യസ്തഹ്സിറൂൻ, എന്നാൽ ആരാധന നിർവഹിച്ച് അവർ ക്ഷീണിക്കുകയും കുഴങ്ങുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷവുമില്ല. അപ്പോൾ ആരാധന നിർവഹിക്കാതെ പിന്തിരിഞ്ഞ് നടക്കുന്നില്ല. ആരാധന നിർവഹിച്ച് അവരൊട്ടും ക്ഷീണിച്ച് കുഴങ്ങുന്നുമില്ല. അടുത്ത വചനത്തിലും അള്ളാഹു അത് അരക്കിട്ടുറപ്പിച്ച് പറയുന്നു. യുസബ്ബിഹൂനൽ ലൈൽ വന്നഹാർ, രാവുകളിലും പകലുകളിലും അവർ യുസബ്ബിഹൂൻ അള്ളാഹുവിന് തസ്ബീഹ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ലാ യഫ്തുറൂൻ, അവർ ഒരിക്കലും ക്ഷീണിക്കുന്നില്ല. അപ്പൊ ക്ഷീണം വന്നു കഴിഞ്ഞാലാണ് അതിൽ നിന്നൊരു ഇടമുറിവുണ്ടാവുക. ക്ഷീണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം നിർവഹിക്കാൻ കഴിയില്ല. അപ്പോ അള്ളാഹുവിനെ ആരാധിച്ച് അവർക്കൊരിക്കലും ക്ഷീണം സംഭവിക്കുന്ന അവസ്ഥാവിശേഷം മലക്കുകൾക്കില്ല. അങ്ങനെയാണ് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ തസ്ബീഹാണ് മലക്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന കർമ്മം. അതുകൊണ്ടാണ് തസ്ബീഹിനെ അവിടെ മുന്തിച്ചു പറഞ്ഞത്. ഇനി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് മലക്കുകളുമായുള്ള സംഭാഷണത്തിൽ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്ന മലക്കുകളുടെ മറുപടിയിലും തസ്ബീഹിനെടുത്തു പറഞ്ഞത് കാണാം. ഖാലു, അവർ പറഞ്ഞു, നഹ്നു നുസബ്ബിഹു ബിഹംദിക, അല്ലാഹുവേ നിന്റെ ഹംദ്, നിന്റെ സ്തുതി ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. വനുഖദ്ദിസു ലക്, അല്ലാഹുവേ നിന്നെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പിന്നെ എന്തിനാണ് മറ്റൊരു സൃഷ്ടിയുടെ ആവശ്യം എന്നതാണ് മലക്കുകളുടെ ചോദ്യം. ആ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരാധന നിർവഹിക്കാനാണെങ്കിൽ ആരാധന ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നാണ് മലക്കുകൾ പറയുന്നത്. അപ്പൊ അവിടെയും അവർ എടുത്തു പറഞ്ഞത് എന്താ? തസ്ബീഹാണ്. തസ്ബീഹിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇവിടെയും മലക്കുകളുടെ ആരാധനയെ ഖുർആൻ എടുത്തു പറയുമ്പോൾ, അള്ളാഹു എടുത്തു പറയുമ്പോൾ തസ്ബീഹിനെ കുറിച്ച്, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ അവർ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചാണ് ആരാധനയായിക്കൊണ്ടെടുത്ത് പ്രത്യേകമായിക്കൊണ്ടെടുത്ത് പറയുന്നത്. അവരത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു തആല ഇതിൽ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന് ആരാധന എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് അഹങ്കാരം കൂടിയാണ് എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തിഹി, അള്ളാഹു തആലയുടെ അടുക്കലുള്ളവർ ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തിഹി, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് തൊട്ട് അവർ അഹങ്കരിക്കുന്നില്ല എന്നുള്ളതാണ്. അഹങ്കരിക്കുന്നില്ല, അഹങ്കരിച്ച് പിന്തിരിഞ്ഞ് മാറുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് സൃഷ്ടാവിന് നേരെയുള്ള ഒരു മനുഷ്യന്റെ ധിക്കാരവും അഹങ്കാരവുമാണ്. അള്ളാഹു തആലയെ ആരാധിക്കാൻ ഒരു മനുഷ്യന് മനസ്സ് വരുന്നില്ലെങ്കിൽ അത് ഒരു തരം അഹങ്കാരമാണ് എന്നാണ് അതിൽ നിന്നും അർത്ഥമാക്കുന്നത്. ഇനി
ഇവിടെ മലക്കുകളുടെ ആരാധനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ആരാധനയെ സംബന്ധിച്ച് മലക്കുകൾ ആരാധനയിലൂടെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എത്ര വിശാലമായ മലക്കുകൾ അല്ലാഹു തആലക്ക് ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഓരോ ആകാശ ലോകങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നത് ആകാശലോകം വളരെ വിശാലമാണെന്നാണ്. ആകാശലോകം വളരെ വിശാലമാണ്. അതിനെ തുടർന്നുള്ള റിവായത്തുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കും ഇതേ ക്ലാസ്സിൽ തന്നെ. അപ്പോൾ ഒരു ആകാശലോകവും തമ്മിലുള്ള അതിന്റെ ഖനം, അതിന്റെ പാളികളുടെ, ആകാശലോകങ്ങളുടെ പാളികളുടെ അതിന്റെ ഖനമെന്ന് പറയുന്നത് 500 വർഷത്തെ വഴിദൂരമാണ് എന്നാണ്. 500 വർഷത്തെ വഴിദൂരം ഓരോ ആകാശങ്ങൾക്കിടയിലുമുണ്ട് എന്നുള്ളതാണ്. ആ ആകാശലോകത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കുകളുടെ ആരാധനയെക്കുറിച്ച് പറഞ്ഞിരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇമാം തൊബ്രാനി അദ്ദേഹത്തിന്റെ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഷെയ്ഖ് അൽബാനി സ്വഹീഹാണെന്ന് ഉറപ്പുവരുത്തിയ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേകത ഉണ്ട്. അദ്ദേഹം ജനിച്ചത് കഅബാലയത്തിന്റെ ഉള്ളിലാണ്. കഅബാലയത്തിന്റെ ഉള്ളിലാണ് അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ പ്രസവിച്ചത്. അത് കഅബാലയം പ്രദക്ഷിണം ചെയ്യുകയും കഅബാലയത്തിനുള്ളിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രസവവേദന വരികയും അവിടുന്ന് പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെ സൗഭാഗ്യമുള്ള ഒരു സ്വഹാബിയാണ് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു. പിന്നീട് മുസ്ലിം ആവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ ഉദ്ധരിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് ഹക്കീം ഇബ്നു ഹിസാം. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അസ്ഹാബിഹി. ഒരിക്കൽ പ്രവാചകൻ അവിടുന്ന് സ്വഹാബാക്കളുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഇത് ഖാല ലഹും, ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, തസ്മഊന മാ അസ്മഅ, ഞാൻ കേൾക്കുന്ന വല്ലതും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഖാലു മാ നസ്മഉ മിൻ ഷൈ, സ്വഹാബിമാർ പറഞ്ഞു, മാ നസ്മഉ മിൻ ഷൈ, ഞങ്ങൾക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ലല്ലോ, ഞങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി ലഅസ്മഉ അതീത സമ, ആകാശലോകത്തിന്റെ ശബ്ദനാദം അത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അതീത് എന്ന വാക്കിനർത്ഥം ഒട്ടകങ്ങൾ, ഇബില്, ഒട്ടകങ്ങൾ കരയുന്ന കരച്ചിലിനാണ് അതീത് എന്ന് പറയും. ഒട്ടകത്തിന്റെ ശബ്ദമുണ്ടാക്കുന്നതിന് കരച്ചിലിന് പറയുന്ന പേരാണ്. ആകാശലോകത്തിന്റെ നിലവിളി, ശബ്ദനാദം അത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു, എനിക്ക് കേൾക്കാൻ കഴിയുന്നു. വമാ തുലാമു അൻ തുഇത്ത, അത് നിലവിളിക്കുന്നതിൽ, ശബ്ദമുണ്ടാക്കുന്നതിൽ അതിനൊരിക്കലും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. വമാ ഫീഹാ മൗളിഉ ശിബ്രിൻ ഇല്ലാ വഅലൈഹി മലക്കുൻ സാജിദുൻ ഔ ഖായിമുൻ. വമാ ഫീഹാ മൗളിഉ ശിബ്രിൻ, ആകാശലോകത്ത് ഒരു ചാൺ സ്ഥലം പോലും വെറുതെ ഒഴിഞ്ഞു കിടക്കുന്നില്ല. ഇല്ലാ വഅലൈഹി മലക്കുൻ സാജിദുൻ ഔ ഖായിമുൻ, ആ ചെറിയ ഒരു സ്ഥലത്ത് പോലും ഒരു മലക്കിന്റെ നെറ്റിത്തടം, വഅലൈഹി മലക്കുൻ സാജിദുൻ, ഒരു മലക്ക് അവിടെ സുജൂദ് നിർവഹിച്ചുകൊണ്ടോ, ഔ ഖായിമുൻ, അല്ലെങ്കിൽ നിന്നുകൊണ്ടോ ഉള്ള ഒരു സ്ഥലം പോലും ഇല്ലാതെ കിടക്കുന്നില്ല എന്നുള്ളതാണ്. ആകാശലോകത്തിൽ ഒരു ശിബ്ർ പോലും, ഒരു ചാൺ സ്ഥലം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മലക്കുകൾ സുജൂദ് നിർവഹിച്ചുകൊണ്ടോ നിന്നുകൊണ്ടോ ആരാധന നിർവഹിക്കാതെ ഒരു ചാണ സ്ഥലം പോലും ബാക്കി കിടക്കുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആകാശലോകത്തിന്റെ വിശാലത നമുക്ക് പഠിപ്പിച്ചു തന്നല്ലോ. ആ ആകാശലോകത്തിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ 500 വർഷത്തെ വഴിദൂരമാണ് എന്ന്. അങ്ങനെയുള്ള ഒരു വിശാലമായ ആകാശലോകത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അത്രയധികം അസംഖ്യം മലക്കുകളാണ് അല്ലാഹു തആലയെ ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ ഷെയ്ഖ് അൽബാനി ഹസൻ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ മറ്റൊരു ഹദീസിൽ ഇതേ കാര്യത്തെക്കുറിച്ച് തന്നെ അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ കഴിയും. അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇന്നി അറാ മാ ലാ തറൗൻ,
നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പലതും എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വഅസ്മഉ മാ ലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കാത്ത പല കാര്യങ്ങളും എനിക്ക് കേൾക്കാൻ കഴിയുന്നുമുണ്ട്. അത്വതിസ്സമാ, ആകാശലോകം ശബ്ദമുഖരിതമായിരിക്കുന്നു. വഹുഖലഹ അത്തഇത്വ, അത് ശബ്ദമുഖരിതമാകാൻ അത് കടപ്പെട്ടിരിക്കുന്നു. മാഫീഹ, ആ ആകാശലോകത്തില്ല തന്നെ മൗദിഉ അർബഇ അസാബിഅ, 4 വിരലുകൾ, അത് കുത്തിവെക്കാനുള്ള സ്ഥലം ഇല്ല. ഇല്ലാ വമലകുൻ വാലിഉൻ ജബഹതഹു, ഒരു മലക്ക് ആ മലക്കിന്റെ നെറ്റിത്തടം വെച്ച് സുജൂദ് നിർവഹിച്ചുകൊണ്ടല്ലാതെ ഇല്ല. സാജിദൻ ലില്ലാഹ്, അള്ളാഹുവിന് സാഷ്ടാംഗം നമിച്ചുകൊണ്ട് ഒരു മലക്ക് നെറ്റിത്തടം വെച്ച് സുജൂദ് നിർവഹിച്ചുകൊണ്ടല്ലാതെ ഒരു 4 വിരലുകൾ കുത്തി നിർത്താനുള്ള ഒരു സ്ഥലം പോലും ആകാശലോകത്ത് ഒഴിഞ്ഞു കിടക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിലാണത് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മലക്കുകൾ എത്രത്തോളം മലക്കുകൾ അള്ളാഹുവിന് ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ വിശാലമായ ആകാശലോകങ്ങൾ മുഴുവൻ അല്ലാഹു തആലക്ക് ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ മനുഷ്യൻ, ദുർബലനായ മനുഷ്യന്റെ ഒരു ആരാധന ഇല്ലാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ ഇസ്സത്തിനോ പ്രതാപത്തിനോ യാതൊരു നിലക്കുമുള്ള കൂട്ടം സംഭവിക്കുന്നില്ല. മനുഷ്യൻ അഹങ്കാരത്തോടുകൂടി അള്ളാഹിനെ ആരാധിക്കുന്നതിൽ നിന്നും വിട്ടുനിന്നാൽ അത് മനുഷ്യന് നഷ്ടം വന്നു എന്നതല്ലാതെ അള്ളാഹുവിന്റെ ഇസ്സത്തിനും പ്രതാപത്തിനും ഒന്നും യാതൊരു നിലക്കുള്ള കുറവും സംഭവിക്കുന്നില്ല എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. മറ്റൊരു റിവായത്തിൽ ഇത്ര കൂടി അധികമായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. വല്ലാഹി ലൗ തഅലമൂന മാ അലമു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ കൂടെ ചേർത്തിക്കൊണ്ട് പറയാണ്, വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ലൗ തഅലമൂന മാ അലം, എനിക്കറിയാവുന്നതെല്ലാം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിഖ്തും ഖലീല, നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. വല ബക്കൈതും കസീറ, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു. വമാ തലദ്ദതും ബിന്നിസാഇ അലൽ ഫുർഷ്, വിരിപ്പുകളിൽ നിങ്ങളുടെ ഇണകളുമൊത്ത് ഒരു സുഖകരമായ ഒരു ലൈംഗിക ജീവിതം പോലും നിങ്ങൾക്ക് സാധ്യമാവുകമായിരുന്നില്ല. വല ഖറജ്തും ഇല സുഉദാത്ത് തജ്അറൂന ഇലല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ട് അല്ലാഹുവിനെ പേടിച്ച് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറം പ്രദേശങ്ങളിലേക്ക് നിങ്ങൾ കടന്നുപോകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ ഇതേ വാചകം പറഞ്ഞു തീർത്തതിനു ശേഷം കൂട്ടിച്ചേർക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് സ്വഹാബിമാർ പറഞ്ഞു തരുന്നുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചതിനു ശേഷം അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക്, ലവദിത്തു അന്നി കുന്തു ഷജറതൻ തുഅലത് ലവദിത്തു, നബി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിച്ചുപോയി, അന്നീ കുന്തു ഷജറതൻ തുഅലത്, പിഴുതു മാറ്റപ്പെടുന്ന, പിഴുതു വലിച്ചെറിയപ്പെടുന്ന, വെട്ടി നശിപ്പിക്കപ്പെടുന്ന ഒരു മരമായിരുന്നു ഞാനെങ്കിൽ, ആരാധനകൾ കൊണ്ട് ബാധ്യതയില്ലാത്ത, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഒരുപാട് ആരാധനകൾ നിർവഹിക്കാൻ കടപ്പെട്ട നിലയ്ക്ക് ആ ബാധ്യത നിർവഹിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് വല്ല കുറവും സംഭവിക്കുമോ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ശരിയായ നിലയ്ക്ക് എനിക്ക് ആരാധിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ അതിൽ ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കാണ്. ഒരു പിഴുതുമാറ്റപ്പെടുന്ന ഒരു മരമായിരുന്നെങ്കിൽ ഞാൻ എന്നുവരെ ഞാൻ ആഗ്രഹിച്ചു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ എന്നാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം ലോകങ്ങൾ, വലിയ വിശാലമായ പ്രപഞ്ചങ്ങൾ തന്നെയും അല്ലാഹു തആലക്ക് ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്ര വലിയ ഉന്നതനായ റബ്ബിനെയാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 20-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്താ? യുസബ്ബിഹൂനൽ ലൈല വന്നഹാറ ലാ യഫ്തുറൂൻ, യുസബ്ബിഹൂൻ, അവർ സ്തുതി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലൈല വന്നഹാർ, രാവുകളിലും പകലുകളിലും സ്തുതി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു, ലാ യഫ്തുറൂൻ, അവർ കുഴങ്ങുന്നില്ല, അവർ ക്ഷീണിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ആയത്തിൽ തസ്ബീഹ്, മലക്കുകളുടെ തസ്ബീഹിനെ കുറിച്ചിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പറയുന്നത് കാണാൻ കഴിയും. മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഖാല സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു ദിക്രി അഫ്ളൽ, ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കപ്പെട്ടു, അയ്യു ദിക്രി അഫ്ളൽ, ദിക്റുകളിൽ വിറുതുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് അത് ഏതാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞു, മസ്തഫല്ലാഹു ലിമലായികതിഹി, അല്ലാഹു മലക്കുകൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തു കൊടുത്ത ദിക്റാണത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഔ ലിഇബാദിഹി, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അടിമകൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തു കൊടുത്ത ഒരു ദിക്റാണത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ മലക്കുകൾക്ക് അല്ലാഹു തആല ശറഅാക്കി കൊടുത്ത, മലക്കുകൾക്ക് അല്ലാഹു തആല അനുവദിച്ചു കൊടുത്ത ആ തസ്ബീഹ് അത് നമുക്കും ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലാൻ രാവിലെയും വൈകുന്നേരവും നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് സമുദ്ര സമാനമായ നുരയും പതയും കണക്കാണ് തെറ്റ് ചെയ്തത് എങ്കിൽ പോലും അതൊക്കെയും അല്ലാഹു തആല പുറത്തു തരും എന്ന പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. സമുദ്രത്തിൽ ഒരു തിരമാലയിൽ ഒരാഴിയിൽ പതഞ്ഞു പൊങ്ങുന്ന നുര കണക്കെ പാപങ്ങൾ അള്ളാഹുവിനോട് നിർവഹിച്ചാലും അതൊക്കെയും പുറത്തു തരാൻ പര്യാപ്തമായ തസ്ബീഹാണ് എന്നാണ് അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ചെറുപാപങ്ങളാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നു. മറ്റൊരു ഹദീസിൽ ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു ഖാല, ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഒരിക്കൽ പ്രവാചകൻ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നു. ഫഖാൽ, എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു. ആ പറയുന്ന സമയത്ത് ഫറആന ഹൽഖൻ, ഞങ്ങളിങ്ങനെ ഒരു കൂട്ടമായി ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. മാലി അറാകും അസീൻ, ഞാൻ നിങ്ങളെ ചെറു കൂട്ടങ്ങളായിട്ടാണല്ലോ കാണുന്നത്, അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ആളുകളായിട്ടാണല്ലോ നിങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നത്. അതായത് ജമാഅത്തിൻ മുതഫർരിഖീന ഫി ഹൽഖാത്തിൻ മുതഅദ്ദിദ, ചെറു സംഘങ്ങൾ, അവിടെയും ഇവിടെയുമായുള്ള ചെറു സംഘങ്ങൾ. സുമ്മ ഖറജ അലൈനാ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പോയി. റസൂലുള്ളാഹി പിന്നെയും വന്നു. പിന്നെ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അലാ തസിഫൂന കമാ തസിഫുൽ മലായിക, മലക്കുകൾ സൊഫ് കെട്ടുന്നത് പോലെ നിങ്ങൾ സൊഫ് കെട്ടുന്നില്ലയോ? ഐന്ദ റബ്ബിഹ, അവരുടെ റബ്ബിന്റെ അടുക്കൽ, അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ അവർ സൊഫ് അണിയായിക്കൊണ്ട് നിൽക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് നിങ്ങൾ അണിയായി നിൽക്കാത്തത്? ഫഖുൽനാ യാ റസൂലല്ലാഹ്, സഹാബിമാർ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, വകൈഫ തസിഫുൽ മലായികതു ഇൻദ റബ്ബിഹ, മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കൽ എങ്ങനെയാണ് പ്രവാചകരെ മലക്കുകൾ നിൽക്കുക? അല്ലാഹു തആലയുടെ അടുക്കൽ ആരാധന നിർവഹിക്കാൻ വേണ്ടി മലക്കുകൾ എങ്ങനെയാണ് അണിയായിക്കൊണ്ട് നിൽക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതിമൂന സുഫൂഫൽ അവ്വൽ, ആദ്യമുള്ള അണികൾ അവർ പൂർത്തീകരിക്കും. ആദ്യം നിൽക്കുന്ന അണികൾ, സൊഫുകൾ അവർ പൂർത്തീകരിക്കും. വയതറാസൗന ഫി സഫ്, സൊഫുകളിൽ ഇടതൂർന്ന് വിടവില്ലാതെ പൂർണ്ണമായി നികത്തിക്കൊണ്ടവർ നിൽക്കും. അങ്ങനെയാണ് മലക്കുകൾ പോലും അല്ലാഹു തആലയുടെ അടുക്കൽ മലക്കുകൾ പോലും നിൽക്കുന്നത് അണിയായിക്കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ മലക്കുകളുടെമായി ബന്ധപ്പെട്ട ആരാധന നമുക്കും അല്ലാഹു മതനിയമമാക്കി തന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോ അസ്സലാമു അലൈക്കും എന്ന അഭിസംബോധന, ഇത് മലായികത്തുകളുടെ അഭിസംബോധനയാണ്. ആ മലായികത്തുകളുടെ അഭിസംബോധന അല്ലാഹു തആല നമുക്കും ശറഅാക്കി തന്നു എന്നുള്ളതാണ്. അതുപോലെ പിന്നെ മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കൽ നിൽക്കുന്ന സൊഫ് നിൽക്കുന്ന രീതി, ആ രീതിയിലാണ് നമുക്ക് ആരാധന കർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ, നിസ്കാരം നിർവഹിക്കപ്പെടുമ്പോൾ നിൽക്കേണ്ടുന്ന രീതി നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുപോലെ പിന്നെ മലക്കുകളുടെ തസ്ബീഹുകൾ, ആ തസ്ബീഹുകൾ അതുപോലെ തന്നെ നമുക്കും അല്ലാഹു തആല മതനിയമമാക്കി തന്നു എന്നുള്ള. അപ്പൊ ഇതുപോലെ മലക്കുകളുമായി ബന്ധപ്പെടുത്തിയ ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ, ആരാധന കർമ്മങ്ങളുടെ ഭാഗങ്ങൾ ഒക്കെ അല്ലാഹു തആല നമുക്ക് മതനിയമമാക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു വചനത്തിൽ 21-ാമത്തെ ആയത്ത്, അമിത്തഖദൂ
آلهة من الأرض هم ينشرون لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون لا يسأل عما يفعل وهم يسألون. 21-ാമത്തെ ആയത്ത് നോക്കാം. അമിത്തഖദു ആലിഹത്തൻ മിനൽ അർളി ഹും യുൻഷിറൂൻ. ആ ആയത്ത് നമുക്കൊന്ന് ഓതാം. അമിത്തഖദു ആലിഹത്തൻ മിനൽ അർളി ഹും യുൻഷിറൂൻ. لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون لا يسأل عما يفعل وهم يسألون. അമിത്തഖദു അവർ സ്വീകരിച്ചിരിക്കുകയാണോ ആലിഹത്തൻ ഇലാഹുകളെ ആരാധ്യന്മാരെ അവർ സ്വീകരിച്ചിരിക്കുകയാണോ മിനൽ അർള് ഭൂമിയിൽ നിന്നുമുള്ള ഭൂമിയിൽ നിന്നുമുള്ള വല്ല ആരാധ്യന്മാരെ അവർ സ്വീകരിച്ചിരിക്കുകയാണോ ഹും അവർ യുൻഷിറൂൻ പുനർജീവിപ്പിക്കുന്ന അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരായ വല്ല ആരാധ്യന്മാരെയും അവർ സ്വീകരിച്ചിരിക്കുകയാണോ. ലൗ കാന ഫീഹിമ ആലിഹത്തുൻ. ഇനി മറ്റൊരു ആശയത്തിലേക്ക് അല്ലാഹു തആല വരികയാണ്. ലൗ കാന ഫീഹിമ ലൗ കാന ഉണ്ടായിരുന്നെങ്കിൽ ഫീഹിമ അവ രണ്ടിലും അഥവാ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആലിഹത്തുൻ ആരാധ്യന്മാർ ദൈവങ്ങൾ ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ വല്ല ദൈവങ്ങളും ആകാശഭൂമികളിൽ അവ രണ്ടിലും എന്നാണ് ഫീഹിമ എന്ന വാക്കിനർത്ഥം. അവ രണ്ടിലും ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസദതാ അത് രണ്ടും നശിച്ചു പോകുമായിരുന്നു. ഫസുബ്ഹാന അല്ലാഹു തആല എത്ര പരിശുദ്ധൻ. റബ്ബിൽ അർഷ് അർഷിന്റെ സിംഹാസനത്തിന്റെ നാഥനായ അല്ലാഹു എത്ര പരിശുദ്ധൻ. അമ്മാ യസിഫൂൻ അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നും അവർ സ്വന്തമായി കൽപ്പിച്ചുണ്ടാക്കുന്നതിൽ നിന്നും അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. ലാ യുസ്അലു അമ്മാ യഫ്അൽ ലാ യുസ്അൽ അവൻ ചോദിക്കപ്പെടുകയില്ല. അമ്മാ യഫ്അൽ അവൻ പ്രവർത്തിക്കുന്നതിന് തൊട്ട് അവൻ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടുകയില്ല. അള്ളാഹു ഒരിക്കലും അള്ളാഹു ചെയ്യുന്നതിന് തൊട്ട് ചോദ്യം ചെയ്യപ്പെടുകയില്ല. വഹും യുസ്അലൂൻ എന്നാൽ അവർ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ആളുകൾ മനുഷ്യർ ഭൂമിയിലും ആകാശലോകത്തുമുള്ള മനുഷ്യർ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹു തആലയെ ഒരാളും തന്നെ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നതല്ല. ഈ ആയത്തിന്റെ അർത്ഥം നമുക്കൊന്ന് പറയാം. അമിത്തഖദു അവർ സ്വീകരിച്ചിരിക്കുകയാണോ ആലിഹത്തൻ ആലിഹത്ത് ഇലാഹുകളെ സ്വീകരിച്ചിരിക്കുകയാണോ മിനൽ അർള് ഭൂമിയിൽ നിന്ന് ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുകയാണോ ഹും അവർ യുൻഷിറൂൻ പുനർജീവിപ്പിക്കുന്നു. യുൻഷിറൂൻ എന്ന് പറഞ്ഞാൽ പുനർജീവിപ്പിക്കുക ഉയർത്തെഴുന്നേൽപ്പിക്കുക. അങ്ങനെയുള്ള വല്ല ആരാധ്യന്മാരെയും അവർ സ്വീകരിച്ചിരിക്കുകയാണോ. ലൗ കാന ഫീഹിമ അവ രണ്ടിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആലിഹത്തുൻ ആരാധ്യന്മാർ ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ അല്ലാഹുവിനെ കൂടാതെ ലഫസദതാ ആകാശവും ഭൂമിയും അവ രണ്ടും ഫസദതാ ഫസാദ് നാശമായി പോകുമായിരുന്നു, നശിച്ചു പോകുമായിരുന്നു. ഫസുബ്ഹാന അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. റബ്ബിൽ അർഷ്
അർഷിന്റെ സിംഹാസനത്തിന്റെ നാഥനായ, അർഷിന്റെ നാഥനായ അല്ലാഹു എത്രയോ പരിശുദ്ധൻ. അമ്മാ യസിഫൂൻ, അവർ യസിഫൂൻ, അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നും, അവർ വിവരിച്ചുണ്ടാക്കുന്നതിൽ നിന്നും അല്ലാഹു എത്രയോ പരിശുദ്ധൻ. ലാ യുസ്അൽ, ലാ യുസ്അൽ, സുആൽ, ലാ യുസ്അൽ, ചോദ്യം ചെയ്യപ്പെടുകയില്ല അല്ലാഹു. അമ്മാ യഫ്അൽ, അവൻ അമ്മാ യഫ്അൽ, അവൻ ചെയ്യുന്നതിന് തൊട്ട്, പ്രവർത്തിക്കുന്നതിനെ തൊട്ട് അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുകയില്ല. വഹും, അവരാകട്ടെ യുസ്അലൂൻ, ചോദിക്കപ്പെടുന്നതാണ്. യുസ്അലൂൻ, ചോദിക്കപ്പെടുന്നതാണ്. ഈ ആയത്തുകളിൽ അല്ലാഹു തആല അല്ലാത്ത ഒരു ആരാധ്യൻ ഉണ്ട് എങ്കിൽ അതിന്റെ ഒരു പൊട്ടത്തരം, എത്ര ആശയപാപരത്വം നിറഞ്ഞതാണ് അല്ലാത്തൊരു ആരാധ്യൻ ഉണ്ടാവുക എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 ആയത്തുകളിൽ സംസാരിക്കുന്നത്. അപ്പോ അമിത്തഖദു, ആദ്യത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ. അമിത്തഖദു, അവർ സ്വീകരിച്ചിരിക്കുകയാണോ, ആലിഹത്തം മിനൽ അർദ്, ഭൂമിയിൽ നിന്നുള്ള വല്ല ആരാധ്യന്മാരെയും അവർ സ്വീകരിച്ചിരിക്കുകയാണോ. ഹും യുൻഷിറൂൻ, എങ്കിൽ അങ്ങനെയുള്ള ആരാധ്യന്മാർ അവരെ, മരണപ്പെട്ടവരെ പുനർജീവിപ്പിക്കുന്നതാണ്. അങ്ങനെ പറ്റുന്ന വല്ല ആരാധ്യന്മാരെയും അവരെ സ്വീകരിച്ചിട്ടുണ്ടോ? അപ്പോ ആരാധ്യന്മാരെ, ബഹുദൈവ വിശ്വാസികൾ, ഈ ഭൂമിയിലുള്ള ബഹുദൈവ വിശ്വാസികൾ ഇലാഹായി കാണാത്ത, ദൈവമായി കാണാത്ത, ആരാധ്യന്മാരായി കാണാത്ത ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. വായുവിനെ ആയിരുന്നാലും, ശ്വസിക്കുന്ന വായുവിനെ ആയിരുന്നാലും, കത്തിക്കുന്ന തീയിനെ ആയിരുന്നാലും, കഴിക്കുന്ന ജീവികളെയായിരുന്നാലും, കാണുന്ന ജീവജാലങ്ങളെ മുഴുവൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഭൂമിയിലുണ്ട്, അല്ലെങ്കിൽ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? എന്തെല്ലാം, വെള്ളം, വായു, പഞ്ചഭൂതങ്ങൾ, പലതിനെയും പലരും ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, ദിവ്യത്വം കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ മനുഷ്യന്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെ മുഴുവൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, പാമ്പിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ സൂര്യചന്ദ്രാദികളെ, ഈ പ്രപഞ്ചത്തിലുള്ള സൂര്യചന്ദ്രാദികളെയും നക്ഷത്രഗോളങ്ങളെയും ഒക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ജൈനമതക്കാർ ഗ്രന്ഥങ്ങളെ, പുസ്തകങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ജൈനമതക്കാർ. അതുപോലെ അഗ്നിയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അഗ്നിയെ ആരാധിക്കുന്നവർ. ആ അഗ്നി തുടർത്തിക്കൊണ്ടുപോകലാണ് മജൂസികൾ, അല്ലെ? മജൂസികൾ അങ്ങനെ ആ പ്രപഞ്ചത്തിന്റെ തുടക്കകാലത്ത് ഉണ്ടായ അഗ്നി അവർ പകർത്തിപ്പോരുന്നു. അതേ ദിവ്യത്വം കൽപ്പിക്കപ്പെടുന്ന ആ മഠങ്ങളിൽ കത്തിക്കപ്പെടുന്ന അതേ അഗ്നിയിൽ നിന്ന് അവർ പകർത്തി അത് കെടാതെ സൂക്ഷിക്കും. എന്നെന്നും അത് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ തന്നെ യാതൊരു നിലക്കും അത് കെടാതെ കെട്ടുപോകാതെ അവർ ആ അഗ്നി നിലനിർത്തും. എന്നിട്ട് അതിൽ നിന്ന് പകർന്നുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു മഠത്തിലേക്ക് അതിൽ നിന്നും കെട്ടുപോകാതെ ആ അഗ്നിയെ തുടർത്തിക്കൊണ്ടുപോകും, അവിടെ കൊണ്ടുപോയി സ്ഥാപിക്കും. ആ അഗ്നി പ്രപഞ്ചം തുടങ്ങിയ കാലഘട്ടം മുതൽ നിലനിൽക്കുന്നതാണ് എന്നതാണ് ആ വിശ്വാസം. ഇരുളുകളെ, രാവുകളെയും പകലുകളെയും, ഇരുളുകളെയും വെളിച്ചത്തിനെയും ഒക്കെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മരങ്ങളെ ആരാധിക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ച സംവിധാനങ്ങളിലൊന്നും ആരാധിക്കപ്പെടാതെ പോയിട്ടില്ല എന്നുള്ളതാണ്. ആ നിലക്ക് ഈ ഭൂമിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സകല ജീവജാലങ്ങളും സകല വസ്തുക്കളെയും ആരാധിക്കുന്ന ആളുകൾ ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടാണ് പറയുന്നത്, അമിത്തഖദു, അവർ സ്വീകരിച്ചിരിക്കുകയാണോ, ആലിഹത്തൻ മിനൽ അർദ്, ഭൂമിയിൽ നിന്നുമുള്ള ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുന്നു. ഹും യുൻഷിറൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം, ഈ അവർ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ആരാധ്യന്മാർ അവരെ പുനർജീവിപ്പിക്കുമോ? അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ആളുകൾ ഇവരെ പുനർജീവിപ്പിക്കുമോ? വീണ്ടും ഒരു പുനർജന്മം നൽകുമോ? വീണ്ടും അവരെ സൃഷ്ടിക്കുമോ? അപ്പൊ അത് ദൈവമാണ് എന്ന് അവകാശപ്പെടുമ്പോ, അത് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അതിനെ ആരാധിക്കുമ്പോൾ അവരെ സൃഷ്ടിച്ചത് ആ ദൈവമാണ് എന്നാണല്ലോ അവകാശപ്പെടുന്നത്. ആ ദൈവം അവരെ പുനർസൃഷ്ടിക്കുമോ എന്നുള്ളതാണ് ആ ചോദ്യം. പുനർജീവിതം നൽകുക എന്നുള്ളത് ഇലാഹിനുള്ള ഒരു അനിവാര്യ ഗുണമായിക്കൊണ്ടാണ് അല്ലാഹു പറയുന്നത്. ഒരു ഇലാഹാകണമെങ്കിൽ, ആരാധ്യനാകണമെങ്കിൽ പുനർജന്മം നൽകാൻ കഴിവുള്ളവനായിരിക്കണം.
വീണ്ടും മനുഷ്യന് ജീവിതം നൽകാൻ കഴിവുള്ളവനായിരിക്കണം. ആ ഒരു ഗുണം അവർക്കുണ്ടോ എന്ന ചോദ്യമാണ് അല്ലാഹു തആല ചോദിക്കുന്നത്, അല്ലേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞു? ഒന്നുമില്ലായ്മയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ പ്രകൃതിയും ഈ ഒരു ജീവജാലങ്ങളുമൊക്കെ ഒരു മുൻമാതൃകയുമില്ലാതെ, മുമ്പ് അതിന് സമാനമായ ഒരു സൃഷ്ടിയുടെ മാതൃക പോലും അല്ലാഹു കടമെടുക്കാതെ പുതുതായി സൃഷ്ടിച്ചതാണ്. രൂപഘടനയും ജൈവ വൈവിധ്യങ്ങളും അതിന്റെ നിറഭേദങ്ങളുമൊക്കെ അല്ലാഹു പുതുമയാൽ സൃഷ്ടിച്ചതാണ്. പുതിയതായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ്. അല്ലാഹു തആല സൂറത്തുൽ ഖിയാമയിൽ മനുഷ്യന്റെ പുനർസൃഷ്ടിയുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത്? അല്ലാഹു അങ്ങനെയുള്ള ഇലാഹാണ്, പുനർജീവനം നൽകാൻ കഴിവുള്ളവനാണ്. അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യന് വിചാരിക്കുന്നുണ്ടോ അല്ലൻ നജ്മഅ ഇളാമ, അവന്റെ എല്ലുകളെ നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന് മനുഷ്യന് വിചാരിക്കുന്നുണ്ടോ? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ വിരൽ തുമ്പുകളെപ്പോലും ശരിപ്പെടുത്താൻ, അതുപോലെ എങ്ങനെ രൂപപ്പെടുത്തിയോ അതുപോലെ പരിപൂർണമായി അവന്റെ വിരൽ തുമ്പുകളെപ്പോലും ശരിപ്പെടുത്താൻ നാം കഴിവുള്ളവനാകുന്നു എന്നാണ്. അല്ലാഹു തആല പറയുന്നത് ആ പെർഫെക്ഷൻ, ആ പൂർണ്ണമായ പെർഫെക്ഷനോടുകൂടി വീണ്ടും സൃഷ്ടിക്കപ്പെടും എന്നുള്ള വാഗ്ദാനമാണ് അല്ലാഹു തആല നൽകുന്നത്. അത് അല്ലാഹുവിനെ കഴിയുള്ളൂ, റബ്ബിനെ കഴിയുള്ളൂ. ഒരു ആരാധ്യനായി അങ്ങനെ സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ ആരാധ്യനുള്ള ക്വാളിറ്റി വീണ്ടും പുനർജീവിതം നൽകാൻ കഴിയണം എന്നുള്ളതാണ്. മനുഷ്യന്റെ എല്ലാ അവയവങ്ങളും മണ്ണിനോട് ചേരുമ്പോൾ മണ്ണിനോട് ചേരാത്ത ഒന്നുണ്ട്, അവന്റെ തരുണാസ്ഥി. അവന്റെ തരുണാസ്ഥി മണ്ണിനോട് ചേരാതെ കിടക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അമ്പിയാക്കളുടെ ശരീരം പോലും മണ്ണ് തിന്നുകയില്ല. അള്ളാഹു പവിത്രമായി അവരുടെ ശരീരത്തെ ആദരിച്ചിട്ടുണ്ട്, പ്രത്യേകമായി അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ബിനി ആദമ കുല്ലു ഇബ്നു ആദമ തഅകുലുഹു അൽ അർദ്, എല്ലാ ആദം സന്തതികളുടെയും ശരീരം മണ്ണ് തിന്നും. ഇതൊരു പൊതുവായി കൊണ്ടാണ് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആമായി പൊതുവായി പറഞ്ഞതാണ്. ഇനി അതിൽ നിന്ന് പ്രത്യേകമായി കൊണ്ട് അമ്പിയാക്കളെ സംബന്ധിച്ച് വേറെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ എല്ലാ മനുഷ്യന്മാരുടെയും മണ്ണ് തിന്നുമെന്ന് പറയുകയും പിന്നെ അമ്പിയാക്കൾ തിന്നുകയില്ല എന്നും പറഞ്ഞ് രണ്ടും വൈരുദ്ധ്യമല്ലേ ചോദിക്കേണ്ടതില്ല. പൊതുവായി എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൊതുവായി പറഞ്ഞ പ്രയോഗമാണിത്. അതിൽ നിന്നും ഒഴിവായി അമ്പിയാക്കളെ മാത്രമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലാ ഉജുബുൽ ദനബ്, അവന്റെ വാൽക്കുറ്റി അതല്ലെങ്കിൽ തരുണാസ്ഥി അത് മാത്രം മണ്ണ് തിന്നുകയില്ല. മിൻഹു ഖുലിഖ, അതിൽ നിന്നാണ് അവനെ ഘടനയാക്കപ്പെട്ടത്, അതിൽ നിന്നാണ് അവനെ സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി യുറക്കബ്, അതിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുനഃസൃഷ്ടിക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ പുനഃസൃഷ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത് പരിപൂർണമായും അല്ലാഹു തആല നമ്മുടെ പുനർജീവിതം, രണ്ടാമതൊരു സൃഷ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുമെന്നുള്ളതാണ്. ഇത് കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ആരാധ്യനാവാൻ കഴിയുള്ളൂ. ആരാധ്യനാണ് എന്ന് വിശേഷിക്കപ്പെടണമെങ്കിൽ, ആരാധന നിർവഹിക്കപ്പെടണമെങ്കിൽ, ദൈവമാണ് എന്ന് പറയപ്പെടണമെങ്കിൽ ഈ ഒരു കഴിവ് ഉണ്ടാകണം, ഈ ഒരു ഗുണമുണ്ടായിരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. ഇനിയും ആലോചിച്ചു, അടുത്തൊരു ആയത്തിൽ അല്ലാഹു തആല പറയുന്ന ഒരുപാട് ഇലാഹുകൾ ഉണ്ടായാൽ സംഭവിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഒന്നിലധികം ഇലാഹ് ഈ ലോകത്തിന് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ ലോകത്തിന്റെ കടന്നുപോക്ക് എന്നാണ്. ലൗകാന ഫീഹിമ, ഈ ആകാശഭൂമികളിൽ ഉണ്ട് എങ്കിൽ, ആലിഹത്തുൻ ഇല്ലല്ലാഹ്, ആലിഹത്തുൻ അല്ലാഹുക്ക് പുറമെ അല്ലാഹു അല്ലാതെ മറ്റു ഒരുപാട് ഇലാഹുകൾ ഉണ്ട് എങ്കിൽ ലഫസദത, ഈ ആകാശഭൂമികൾ നശിച്ചു പോകും. അല്ലാഹ് അല്ലാത്ത ഒരുപാട് ആരാധ്യന്മാർ ആകാശഭൂമികൾക്കുണ്ട് എങ്കിൽ ഈ ഭൂമിയും ആകാശവും തകർന്നു പോകും എന്നാണ് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുന്നത്. അവിടെ ഒന്നിലധികം ആരാധ്യന്മാരുണ്ട് എങ്കിൽ ഒന്നുകിൽ ഈ ആരാധ്യന്മാരെല്ലാവരും കൂടി പരസ്പരം പോരടിക്കും, ഭിന്നിക്കും. അതല്ല എങ്കിൽ ഈ ഒന്നിലധികമുള്ള ഇലാഹന്മാർ ഒരു കോംപ്രമൈസിലെത്തണം, അല്ലെ? അവർ പരസ്പരം ഒരു യോജിപ്പിലെത്തണം. ഒന്നുകിൽ യോജിക്കണം അല്ലെങ്കിൽ വിയോജിക്കണം, അതല്ലാതെ ഉണ്ടാവാൻ പറ്റില്ലല്ലോ, അതിന്റെ ഇടയിലൊന്നുമില്ലല്ലോ. ഒന്നുകിൽ യോജിക്കണം അല്ലെങ്കിൽ വിയോജിക്കണം. ഇനി അവർ തമ്മിൽ വിയോജിപ്പാണ് ഉള്ളത് എങ്കിൽ, ഈ ആരാധ്യന്മാർ തമ്മിൽ വിയോജിപ്പാണ് ഉള്ളത് എങ്കിൽ, ഒരാൾ ഒരു സമയത്ത് ഒരു കാര്യം ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നു, അതേ അവസരത്തിൽ
മറ്റൊരാളത് ഉണ്ടാകരുത് എന്നും ചിന്തിക്കുമ്പോൾ അത് പരസ്പരം ഒരാളുടെ ഉദ്ദേശപ്രകാരം അത് നടക്കണം, മറ്റൊരാളുടെ ഉദ്ദേശപ്രകാരം അത് നടക്കാതിരിക്കുകയും വേണം. ഇപ്പൊ ഒരേ കാര്യത്തെക്കുറിച്ച് ഉണ്ടാവുകയും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നവരുടെ അവസ്ഥ ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവുകയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല. സൃഷ്ടിക്കപ്പെടുകയും സൃഷ്ടിക്കപ്പെടാതിരിക്കുക എന്ന രണ്ട് തീരുമാനങ്ങൾ നടപ്പിലാവുക അതൊരിക്കലും അസംഭവ്യമായ കാര്യം. ഇനി അതല്ലെങ്കിൽ പിന്നെ രണ്ടുപേരുടെയും ഉദ്ദേശങ്ങൾ വേറെ വേറെ സമയത്താണ് ഉണ്ടാകുന്നത് എന്ന് വെക്കുക. ഒരു ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഒരു സമയത്ത്, മറ്റൊരു ദൈവം മറ്റൊരു സമയത്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെക്കുക. ഒരേ സമയത്ത് ഉദ്ദേശിക്കപ്പെടുന്നില്ല, ഒരേ സമയത്ത് തീരുമാനിക്കുന്നില്ല എങ്കിൽ ഒരാൾ ഉദ്ദേശിക്കാത്തൊരു സമയത്ത് മാത്രമേ മറ്റൊരാൾക്ക് വല്ലതും പ്രവർത്തിക്കാനോ ചെയ്യാനോ തീരുമാനിക്കാനോ കഴിയുള്ളൂ എന്ന് വരും, അല്ലേ? കാരണം മറ്റേ ദൈവം അതിനെതിരായിക്കൊണ്ട് ഉണ്ടാകരുത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. അല്ലെങ്കിൽ തന്നെ മറ്റേ ദൈവം കൂടി അത് ഉണ്ടായിക്കോട്ടെ എന്ന് അങ്ങോട്ട് വകവെച്ചു കൊടുക്കണം. അപ്പോ ഒരാൾ ചിന്തിക്കുന്ന സമയത്ത് മറ്റൊരാൾ ഒഴിഞ്ഞു നിൽക്കണം, മറ്റൊരാൾ പ്രവർത്തിക്കാത്ത ഒരു സമയത്ത് മാത്രമേ ഒരു ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ കഴിവ് കേട് സ്ഥാപിക്കപ്പെടണം ഒരു ദൈവത്തിന്. അതും ഉണ്ടാവുകയില്ല. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കഴിവ് കേട് സ്ഥാപിക്കപ്പെടാൻ പറ്റൂല. കഴിവ് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവമല്ലല്ലോ. കഴിവില്ല, കുറച്ച് സമയത്ത് പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവമാകാൻ പറ്റില്ല. ശരി. അപ്പോ ചുരുക്കി പറഞ്ഞാൽ രണ്ടു കൂട്ടരും അതേ രൂപത്തിൽ പരസ്പരം ഒരാൾ ഉദ്ദേശിക്കുമ്പോൾ മറ്റൊരാൾക്ക് കഴിയില്ല, മറ്റൊരാൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വേറൊരാൾക്ക് കഴിയില്ല എന്നാണെങ്കിൽ പരസ്പരം രണ്ടു കൂട്ടരും ഈ പറഞ്ഞ രണ്ടാളുകളും കഴിവില്ലാത്തവരാണ് എന്ന് അതിൽ തന്നെ വന്നു. അപ്പൊ അതും സംഭവ്യമല്ല, അതിന്റെ സംഭവ്യത ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത്. ഇനി രണ്ട് സൃഷ്ടാക്കളും യോജിപ്പാണ്, തമ്മിൽ യോജിപ്പാണ് എന്ന് വിചാരിച്ചാൽ തന്നെ ഒരു കാര്യം രണ്ടു തവണ ഉണ്ടാക്കേണ്ടി വരും. രണ്ടു തവണ ഒരു കാര്യം ഉണ്ടാക്കേണ്ടി വരും. കാരണം ഒരു സൃഷ്ടാവിന്റെ ഉദ്ദേശപ്രകാരം അത് നടക്കണം. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ മറ്റേ സൃഷ്ടാവും ഉദ്ദേശിച്ചിട്ടുണ്ട്, ആ രൂപത്തിൽ അവിടെ നടന്നിട്ടില്ല. ഇത് ഇയാളുടെ ഉദ്ദേശപ്രകാരം നടന്നതാണ്. മറ്റൊരു ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം അവിടെ യാതൊന്നും നടന്നിട്ടില്ല എന്ന് വരും. അപ്പൊ ആ ഉദ്ദേശം നടപ്പിലാകാൻ ഒന്നുകൂടി അതുപോലെ സമാനമായത് ഉണ്ടാക്കേണ്ടി വരും. അല്ല എങ്കിൽ ഒരാൾ പറഞ്ഞത് അവിടെ നടപ്പിലാകാതെ വരും എന്നുള്ള അവസ്ഥ വരും. ഇതൊക്കെ പറഞ്ഞത് ഒന്നിലധികം സൃഷ്ടാക്കൾ ഉണ്ടായിക്കൂടാ, അത് അങ്ങനെ ഒരു സംഭവ്യത ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലൊക്കെ അതിന്റെ വൈരുദ്ധ്യത ബോധ്യപ്പെടുത്താൻ വേണ്ടിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പോ ദൈവം പൂർണ്ണമായും അവരുദ്ദേശിച്ചത് നടപ്പിൽ വരുത്താൻ കഴിവുള്ളവരാണ്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഒരു ദൈവം ഉദ്ദേശിക്കുന്നത് നടപ്പിൽ വരുന്നു, മറ്റേ ദൈവം ഉദ്ദേശിക്കുന്നത് നടപ്പിൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒന്നിലധികം ഒരേ കാര്യങ്ങൾ ഒന്നിലധികം തവണ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷം ഇവിടെ കടന്നു വരും എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെയും ഇനി മറ്റൊരു നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു സൃഷ്ടിയുടെ ഒരു ഭാഗം നടത്തുന്നത് ഒരാളാണ്, സൃഷ്ടിപ്പ് നടത്തുന്നത് ഒരാളാണ്, നിയന്ത്രിക്കുന്നത് അത് വേറൊരു ആളാണ് എന്ന് വെക്കുക. ഒരേ സൃഷ്ടിയുടെ കൈകാര്യം ചെയ്യുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സംഹാരം എന്ന് പറയുന്നത് അത് മറ്റൊരാളാണ് നടത്തുന്നത് എന്ന് വരിക. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ദൈവങ്ങൾ പങ്കിട്ടെടുക്കുന്നത് സൃഷ്ടികളുടെ കാര്യങ്ങൾ എങ്കിൽ ഓരോരുത്തരും സ്വന്തം നിലക്ക് പൂർണ്ണമായും ഭാഗികമായിട്ട് മാത്രമേ അവർക്ക് ഓരോരുത്തർക്കും കഴിവുള്ളൂ. പൂർണ്ണമായിക്കൊണ്ട് കഴിവുള്ള ഒരു ദൈവം ഇല്ല എന്ന് വരുന്നു. അപ്പോഴും കഴിവില്ലായ്മ, ഒരു ദൈവത്തിന്റെ കഴിവില്ലായ്മ അവിടെ എന്തായാലും മുളച്ചു പൊത്തും. ഒന്നിലധികം സൃഷ്ടാക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു ദൈവത്തിന് കഴിവില്ല എന്നുള്ളൊരു വസ്തുത, ഒരു ദുർബലത അവിടെ സ്ഥാപിക്കപ്പെടും. അതൊരിക്കലും ദൈവത്തെ സംബന്ധിച്ച് ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഒരാൾ അവിടെ വെറുതെ കിടക്കുന്ന ഉപയോഗശൂന്യനായി, ഒരു നിലക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി ഉപയോഗശൂന്യനായിക്കൊണ്ട് ഒരാൾ ഉണ്ടാകുന്ന ഒരവസ്ഥാവിശേഷം വരും എന്നുള്ളതാണ്. അപ്പൊ ഈ നിലയ്ക്ക് സംഭവ്യത ഒരിക്കലും ഒന്നിലധികമുള്ള സൃഷ്ടാക്കളുടെ സംഭവ്യത ഇല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ബഹുദൈവ വിശ്വാസികൾക്ക്, ഒന്നിലധികമുള്ള ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു വിശ്വാസത്തിന്റെ ഒരു വിശ്വാസരാഹിത്യത്തെ അവിടെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്രയോ പരിശുദ്ധനാണ് അല്ലാഹു തആല. റബ്ബുൽ അർശ്, അല്ലാഹു ആരാണ്? അർശിന്റെ നാഥനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. എന്തിനാണിത് ഇവിടെ പറഞ്ഞത്? എന്തിനാണ് അർശിന്റെ നാഥനാണ് എന്നത് അല്ലാഹു ഇവിടെ പറഞ്ഞത്? അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാൻ പോകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അർശിന്റെ നാഥനാണ് എന്ന വസ്തുത തന്നെ
ഈ റബ്ബിനെ കുറിച്ച് ഉള്ള അവരുടെ വിശ്വാസത്തിന്റെ കുറവ് എത്രത്തോളമാണെന്ന് ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹ് ആരാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ വലുപ്പം അവർ മനസ്സിലാക്കിയാൽ, അള്ളാഹുവിന്റെ മഹത്വം അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു റിപ്പോർട്ടിൽ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ വാക്കാണ്, പക്ഷേ സ്വഹാബിമാരുടെ വാക്കുകൾ അവർ ഇസ്രായേലിയാത്ത് ഉദ്ധരിക്കാത്തവരാണ് എങ്കിൽ, അഥവാ ജൂത ക്രൈസ്തവരുടെ ഉദ്ധരണികളിൽ നിന്ന് ഉദ്ധരിക്കാത്തവരാണ് എങ്കിൽ, ജൂത ക്രൈസ്തവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാത്തവരാണ് എങ്കിൽ, ആ പറയപ്പെടുന്ന വസ്തുത സ്വഹാബിമാർ ഒരിക്കലും കളവ് പറയില്ലല്ലോ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, വേറുള്ളവർക്ക് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. മുസ്ലിങ്ങളായ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വഹാബാക്കൾ കളവ് പറയാത്തവരാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബാക്കളുടെ വാക്ക് അവർക്ക്, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് അവർക്ക് തെളിവായി മാറും. എങ്ങനത്തെ ഘട്ടത്തിൽ? സ്വഹാബിമാരുടെ വാക്ക് ഹുക്കുമിൽ റഫ് ആണ് എന്നാണ് പറയാം. റസൂലിലേക്ക് ചേർത്തപ്പെട്ടത് ഹുക്കുമിൽ, അതിന്റെ വിധിയിൽ റസൂലിലേക്ക് ചേർക്കപ്പെടുന്നു എന്നുള്ള നിലക്കാണ് സ്വഹാബിമാരുടെ വാക്കുകൾ ഏത് ഘട്ടത്തിൽ വരിക? ആ സ്വഹാബിമാർ പറയുന്ന വാക്കുകൾ സ്വർഗ നരകങ്ങളെക്കുറിച്ചുള്ള വാക്കാണെങ്കിൽ, അതുപോലെ ഗൈബിയായ കാര്യങ്ങളെക്കുറിച്ച്, അന്ത്യനാളിനെക്കുറിച്ചും ഗൈബിയായ അദൃശ്യ ലോകങ്ങളെക്കുറിച്ചും ഉള്ള വർത്തമാനങ്ങളാണെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ദാത്തയെക്കുറിച്ചും സത്തയെക്കുറിച്ചും വിശേഷണങ്ങളെക്കുറിച്ചുമുള്ള വാക്കാണ് സ്വഹാബി പറയുന്നത് എങ്കിൽ അതിന്റെ വിധി റസൂലിലേക്ക് ചേർക്കപ്പെട്ടതുപോലെ തന്നെയാണ്. അങ്ങനെയുള്ള വാക്കുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടില്ലെങ്കിൽ പോലും അത് ഹുക്കുമിൽ റഫ് ആണ്, അതിന്റെ വിധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പറയപ്പെട്ടതുപോലെ എന്ന വിധിയിൽ ഹുക്കുമിൽ മർഫു ആണ് എന്ന് അതിനെക്കുറിച്ച് പറയും. എന്നുവെച്ചാൽ തെളിവിന് കൊള്ളാം, തെളിവ് സ്വീകരിക്കപ്പെടാം എന്നർത്ഥം. അത്തരത്തിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് നമുക്ക് കാണാൻ കഴിയും. ബൈന സമാഇ ദുനിയ വല്ലതി തലീഹ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ബൈന സമാഇ ദുനിയ, സമാഉ ദുനിയ ഒന്നാം ആകാശ ലോകം, വല്ലതി തലീഹ അതിനടുത്തുള്ള മറ്റ് ആകാശ ലോകത്തിനുമിടയിൽ മസീറത്തു 500 ആം 500 വർഷത്തെ വഴി ദൂരമുണ്ട് എന്നാണ്. വമിൻ കുല്ലി സമാഇൻ ഇല സമാ, അവിടുന്ന് അങ്ങോട്ട് ഓരോ ആകാശത്തിനും തൊട്ടടുത്ത ആകാശ ലോകത്തിലേക്കുള്ള ദൂരം മസീറത്തു 500 ആം 500 വർഷത്തെ വഴി ദൂരമുണ്ട്. അത്ര വിശാലമായി പരന്നു കിടക്കുന്നതാണ് അല്ലാഹു തആലയുടെ ആകാശ ലോകം എന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ബൈന സമാഇ സാബിഅ വൽ അർശി മാഉൻ, ബൈന സമാഇ സാബിഅ ഏഴാൻ ആകാശ ലോകവും വൽ അർശ് അല്ലാഹുവിന്റെ സിംഹാസനത്തിനുമിടയിൽ മാഉൻ ഒരു ജലധാരയുണ്ട്, ഒരു സമുദ്രമുണ്ട്. ബൈന അസ്ഫലിഹി വഅലാഹ് ആ സമുദ്രത്തിന്റെ അടിത്തട്ട് മുതൽ വഅലാഹു അതിന്റെ മേൽത്തട്ട് വരെ മസീറത്തു 500 ആം, ഈ പറഞ്ഞതുപോലെ തന്നെ 500 വർഷത്തെ വഴിദൂരം ഏഴാൻ ആകാശ ലോകത്തുള്ള ആ സമുദ്രത്തിനും ഉണ്ട് എന്നുള്ളതാണ്. വൽ അർശു ഫൗക ദാലിക്, അതിനു മുകളിലാണ് അല്ലാഹുവിന്റെ അർശുള്ളത്, സിംഹാസനമുള്ളത്. വല്ലാഹു ഫൗകൽ അർശ്, അല്ലാഹു തആല ആ സിംഹാസനത്തിലാണ് സിംഹാസനസ്ഥനായിരിക്കുന്നത്. ആ അർശിലാണ് അല്ലാഹു തആല ഇസ്തിവാ ആയിട്ടുള്ളത്. വലൈസ യഖ്ഫാ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും വലൈസ യഖ്ഫാ അലൈഹി ശൈഉം മിൻ ബനി ആദം, അത്ര വിദൂരതയിലാണെങ്കിൽ പോലും, അത്ര വിദൂരത ആകാശലോകവും ഭൂമിയും തമ്മിലുണ്ട് എങ്കിൽ പോലും വലൈസ യഖ്ഫാ അലൈഹി ശൈഉം മിൻ ബനി ആദം, ആദം സന്തതികളുടെ പ്രവർത്തനങ്ങളിൽ ഒരു അണുമണി പോലും, ഒരു ചെറുകിടയിലുള്ള ഒരു കർമ്മം പോലും അല്ലാഹു തആല അറിയാത്തതോ കാണാത്തതോ ആയി ഉണ്ടാവുകയില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഈ പറഞ്ഞത്? അല്ലാഹു തആലയുടെ വിശാലത, അല്ലാഹു തആല എത്രത്തോളം സത്തയിൽ അല്ലാഹു തആല വലിപ്പമുള്ളവനാണ്, അല്ലാഹുവിന്റെ മഹത്വത്തിൽ അല്ലാഹു എത്രത്തോളം ഉന്നതനാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്, ഉന്നതനാണ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ സത്തയിലും അല്ലാഹുവിന്റെ മഹത്വത്തിലും ഒക്കെ അല്ലാഹുവിന്റെ ആ വലിപ്പം അത് വിവരണാതീതമാണ് എന്നുള്ളതാണ്. എന്നാലും നോക്കൂ, ആകാശ ലോകങ്ങൾക്കിടയിലുള്ള വിശാലതയാണ് പറഞ്ഞത്. 500 വർഷത്തെ വഴിദൂരമുണ്ട് എന്നുള്ളതാണ്. ഇനി ആലോചിച്ചു, മറ്റൊരു റിവായത്തിൽ കാണാം, വബൈനൽ കുർസി വബൈനൽ മാ 500 ആം,
ഏഴാൻ ആകാശലോകത്തുള്ള സമുദ്രവും അള്ളാഹുവിന്റെ കുർസിയും തമ്മിലുള്ള വഴിദൂരം 500 വർഷത്തെ വഴിദൂരമാണ് എന്ന്. ഒരു സിംഹാസനം ഉണ്ടെങ്കിൽ ആ സിംഹാസനത്തിന് ഒരു പാദസ്ഥാനമുണ്ട്. മൗലിഉൽ ഖദമൈൻ, പാദസ്ഥാനം എന്നാണ് കുർസി എന്നുള്ളതിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം, സ്വഹാബിമാർ നൽകിയ വിശദീകരണം. അഥവാ അള്ളാഹുവിന്റെ അർശിന്റെ പാദസ്ഥാനമാണ് കുർസി. ആ കുർസി പോലും, ആ കുർസിയിലേക്ക് സമുദ്രത്തിൽ നിന്നും 500 വർഷത്തെ വഴി ദൂരമുണ്ട്. ആ കുർസിയെ കുറിച്ചിട്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ പറഞ്ഞത്, വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർദ്. അള്ളാഹുവിന്റെ കുർസി അത് ആകാശലോകത്തെ മുഴുവൻ ഒക്കെ അതിനേക്കാൾ വിശാലമായതാണ്. അള്ളാഹുവിന്റെ കുർസി എന്ന് പറയുന്ന ആകാശലോകത്തേക്കാൾ വിശാലമായതാണ് അള്ളാഹുവിന്റെ കുർസി എന്ന് പറയുന്നത്. ഇനി കുർസിനെയും അർശിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഖുൽതു യാ റസൂലല്ലാഹ് അയ്യമാ ഉൻസില അലൈക അഅ്ളം. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് അവതരിക്കപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ വിശുദ്ധ ഖുർആന്റെ വചനം ഏതാണ് എന്ന് ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഖാല ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയാണ് എനിക്ക് ഇറക്കപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ വചനം എന്ന് പറയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുമ്മ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂദർ, അബൂദറേ, മസ്സമാവാതു സബ്, 7 ആകാശലോകങ്ങളും മഅൽ കുർസി, കുർസിയും താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണ് ആ വ്യത്യാസം എന്നറിയോ? 7 ആകാശലോകം, ഓരോ ആകാശലോകത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 7 ആകാശലോകവും കുർസിയും തമ്മിൽ താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയുമോ? ഇല്ലാ കഹൽഖത്തിൻ മുൽഖാത്തിൻ ബിഅർദിൻ ഫലാത്ത്, ഒരു വിശാലമായ മരുഭൂമിയിൽ, ഒരു വിശാലമായ മരുത്തടത്തിൽ എറിയപ്പെട്ട ഒരു വളയം പോലെ, അത്രയുള്ളൂ. ഈ 7 ആകാശങ്ങളും ഈ ഭൂമിയും ആകാശലോകങ്ങളും ഒക്കെ വെച്ചാൽ അള്ളാഹുവിന്റെ കുർസി പാദസ്ഥാനത്തെ സംബന്ധിച്ച് ആ കുർസിയും താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു വിശാലമായ കണ്ണെത്താത്ത മരുഭൂമി, ആ മരുഭൂമിയിൽ അറിയപ്പെട്ട ഒരു ചെറിയ വളയം, അത്രയുള്ളൂ. ഇനി കുർസിയും അർശും തമ്മിലുള്ള വ്യത്യാസം, വഫദലുൽ അർശി അലൽ കുർസി, ബാക്കി നിൽക്കുന്ന അർശ്, അള്ളാഹുവിന്റെ സിംഹാസനവും അർശും കുർസിയും താരതമ്യപ്പെടുത്തിയാൽ കഫദലിൽ ഫലാത്തി അലൽ ഹൽഖ, ഇത് പറഞ്ഞതുപോലെ, സമാനമായി പറഞ്ഞതുപോലെ വിശാലമായ കണ്ണെത്താത്ത ഒരു വിശാലമായ മരുപ്പറമ്പിൽ എറിയപ്പെട്ടൊരു വളയം പോലെയാണ് ഈ കുർസിയും അർശും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയവനാണ്. അള്ളാഹുവിന്റെ വലുപ്പം അത് പ്രകീർത്തിക്കപ്പെടണ്ടേ, അള്ളാഹുവിന്റെ പരിശുദ്ധി അത് വാഴ്ത്തപ്പെടണ്ടേ. അള്ളാഹു തആലയെ സംബന്ധിച്ച് മനസ്സിലാക്കിയെടുത്ത് ആ ഒരു പിഴവ് അത് ബോധ്യപ്പെടുത്താണ്. റബ്ബുൽ അർശ്, അത് ചില്ലറ പ്രയോഗമല്ല. ആ അർശിന്റെ റബ്ബാണ് പടച്ചവൻ. ആ റബ്ബ്, അർശിന്റെ റബ്ബായ അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് മനുഷ്യർ, ദുർബലരായ മനുഷ്യർ ഈ ഭൂമിയിൽ നിന്നും കണ്ണിൽ കാണുന്ന ജീവജാലങ്ങളെയും മരങ്ങളെയും ഒക്കെ ആരാധിച്ച് അതിൽ സാഫല്യമടയുകയും സംതൃപ്തി അടയുകയും ചെയ്യുന്നത്. ആ അള്ളാഹുവിനെ പഠിക്കുകയാണെങ്കിൽ, ആ അള്ളാഹുവിന്റെ വലുപ്പവും മഹത്വവും മനസ്സിലാക്കുകയാണെങ്കിൽ ആ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി രാത്രി നിസ്കാരത്തിന് എഴുന്നേറ്റാൽ 10 തവണ അല്ലാഹു അക്ബർ എന്ന് ആദ്യം പറയുന്ന, ആദ്യം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് 10 തവണ അല്ലാഹു തആലയുടെ മഹത്വം അത് വാഴ്ത്തും, അള്ളാഹുവിന്റെ വലുപ്പം അത് എടുത്തു പറയും, തക്ബീർ അത് വാഴ്ത്തിക്കൊണ്ടിരിക്കുമെന്ന്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര വിശാലമായ മഹത്വമുള്ള, അത്ര സത്തയിൽ ഉയർന്നു നിൽക്കുന്ന ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്നിട്ടാണ് പറയുന്നത്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. റബ്ബുൽ അർശ്, അർശിന്റെ റബ്ബാണ് അല്ലാഹു. അമ്മാ യസിഫൂൻ, അവർ പറഞ്ഞുണ്ടാക്കുന്നതിന്, അള്ളാഹുവിനെ കുറിച്ച് അവർ പറഞ്ഞുണ്ടാക്കുന്നതില്ലെന്നും അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് എന്നാണ്. പിന്നീട് പറയുന്നത് ലാ യുസ്അലു അമ്മാ യഫ്അൽ,
അവൻ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാൻ ഒരാളുമില്ല. വഹും യസ്അലൂൻ, എന്നാൽ അവർ ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹു ചോദിക്കും. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു തആല ചോദിക്കുമെന്നുള്ളതാണ്. ആലോചിക്കുക, ആ റബ്ബാണ് നമ്മളെ വിചാരണ ചെയ്യുക, ആ അള്ളാഹുവാണ് നമ്മളെ വിചാരണ ചെയ്യുക. ആലോചിക്കുക, പടച്ച തമ്പുരാൻ അള്ളാഹുവിന്റെ മുമ്പിൽ വലൈസ ബൈനഹു വ ബൈനല്ലാഹി തർജുമാൻ എന്നല്ലേ, ഒരടിമയും അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് വന്നു നിൽക്കുമ്പോൾ ഭാഷാന്തരം ചെയ്യാൻ പോലും ഒരു മാധ്യമത്തിന്റെയോ വേറൊരാളുടെയോ ആവശ്യമില്ല. ആ അടിമയും ഉടമസ്ഥനും തമ്മിൽ പൂർണ്ണമായും ഭാഷാന്തരങ്ങളില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ വന്നു നിൽക്കുകയും അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയുകയും ചെയ്യേണ്ടി വരും. അള്ളാഹിന്റെ മുമ്പിൽ ഒന്ന് വന്നു നിൽക്കുന്ന ആ വിചാരണയുടെ രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വഅശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ, ആ ഭൂമിയുടെ രക്ഷിതാവിനാൽ പ്രകാശപൂരിതമായി കൊണ്ട് പ്രകാശം നിറഞ്ഞതാകുന്ന ആ ഒരു ദിവസം ആലോചിക്കൂ. ആ ഒരു വിചാരണയെ പഠിക്കുമ്പോഴും ആ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും അള്ളാഹുവിന്റെ മഹത്വവും വലുപ്പവും ഒക്കെ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും അത് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഈമാനുള്ളൊരു വിശ്വാസിക്ക് അതിനുവേണ്ടി ഒരുങ്ങാനും അതിനുവേണ്ടി സമയം കണ്ടെത്താനും ഒക്കെ സാധിക്കുന്നു. അതുകൊണ്ട് ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും താളം കെട്ടി നിൽക്കണം. എപ്പോഴും നമ്മുടെ മനസ്സിൽ അല്ലാഹ് എന്നുള്ള ആ ഒരു വിചാരം, അള്ളാഹുവിന്റെ ദിക്ർ, ആ റബ്ബിനെയാണ് നമ്മൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നമുക്ക് കിട്ടുകൊണ്ടിരിക്കുന്നത്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്താണ് ഒന്നാമത്തെ സൊഫിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ആ റബ്ബിനെ തൃപ്തിപ്പെടുത്താനാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ആ റബ്ബിന് വേണ്ടിയാണ് നമ്മൾ നിസ്കരിക്കുന്നതെന്ന് ആലോചിച്ചാൽ, ആ റബ്ബിനെ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് ജീവിതത്തിൽ വലിയ വഴിത്തിരിവ്, വലിയ മാറ്റം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ റബ്ബിനെ കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹു തആലയെ അറിഞ്ഞ് മനസ്സിലാക്കി ആരാധിക്കുന്ന യഥാർത്ഥ ദാസന്മാരിൽ, സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.